Hi friends, welcome to anasvlogs. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒബ്ബട്ടാണ് ഇതിൻ്റെ പേര്. ഇതുവരെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അറിയില്ല. ബാംഗ്ലൂർ സൈഡ് പോയ ആൾക്കാരുണ്ടെങ്കിൽ അവർ കേട്ടിട്ടുണ്ടാവും. എൻ്റെ നാട്ടിലത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ ഇത്. അവിടെ ഉഗാദി പറയുന്ന ഫെസ്റ്റിവലാണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കുക. നമുക്കിവിടെ ഓണത്തിന് സദ്യയൊക്കെ എങ്ങനെയാണ് അതേപോലെയുള്ള ഒരു സംഭവമാണ് ഇത് ഉഗാദി ഫെസ്റ്റിവലിൽ. തമിഴ്നാട്ടിൽ ഈ സാധനം ഉണ്ടാക്കും, അവിടെ ഇത് പോലിനാണ് വിളിക്കുക. സോ രണ്ട് സ്റ്റേറ്റിൽ രണ്ട് പേരാണ് ഇതിനുള്ളത്. സോ നമ്മുടെ കേരള നാട്ടിലോണ്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാലോ പറഞ്ഞിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 1/4 കിലോ കടലപ്പരിപ്പ്, പിന്നെ 1/4 കിലോ തോരപ്പരിപ്പ്, പിന്നെ 1 കിലോ വെല്ലമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മാത്രം എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഓയിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. പിന്നെ 20 ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ 1 ഫുൾ കൊപ്പരയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിനുള്ളത്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ മൈദ വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ വെള്ളം ആയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കപ്പോൾ പരത്തുന്ന സമയത്ത് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ കിട്ടും, അത് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് പരിപ്പ് വേവിക്കാൻ ആവശ്യമുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കഴുകി വെച്ചിട്ടുള്ള തോരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ പരിപ്പ് വേവിക്കാം, പക്ഷെ പരിപ്പ് വെന്ന് ഉടഞ്ഞു പോകാൻ പാടില്ല, അത് വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രത്തിൽ വേവിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ വേവിച്ചെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ വെന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഇട്ട് കൊടുക്കാം. നമ്മൾ വാങ്ങിക്കുന്ന വെള്ളത്തിൽ കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണമാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാവായിട്ട് കാച്ചിയ ശേഷം അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. വെള്ളം ആയതുകൊണ്ട് നമുക്ക് അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതിലുള്ള വെള്ളമൊക്കെ ഇപ്പോൾ വറ്റിയിട്ട് നമുക്ക് പാവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിൽ ഏലക്കായ ഇട്ട് കൊടുക്കാം, പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊപ്പര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കാം കേട്ടോ. ഉണക്ക തേങ്ങയാണ് നമ്മൾ കൊപ്പര എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിൽ മാറ്റി വയ്ക്കാം. ചില ആൾക്കാർ ഇത് തേങ്ങയിൽ ഉണ്ടാക്കും, പക്ഷെ കൊപ്പരയിൽ ഉണ്ടാക്കുന്നതാണ് ശരിക്കത്തെ ടേസ്റ്റ് ഉണ്ടാവും, പ്ലസ് പെട്ടെന്ന് കേട് വരില്ല കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. ലൈറ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് നൈസായിട്ട് അരയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് അരച്ചെടുത്താൽ മതി. കുറച്ച് പരിപ്പൊക്കെ അരിഞ്ഞിട്ടുണ്ടാവണം, കുറച്ചൊക്കെ അറിയാൻ പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോഴാണ് നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ പരിപ്പൊക്കെ കടിച്ച് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത് വേണ്ടിയിട്ടാണ്. വെള്ളമൊന്നും ആഡ് ചെയ്യാതെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. സോ ഇതേപോലെ നമുക്ക് എല്ലാ പരിപ്പും ഒന്ന് ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൊപ്പരയും ഏലക്കയും ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏലക്കയും കൊപ്പരയും കൂടി അരയ്ക്കുന്ന സമയത്ത് നല്ല മണം ഉണ്ടാവും കേട്ടോ. പ്ലസ് നമുക്ക് ഈ ഒരു തോരപ്പരിപ്പ്, കടലപ്പരിപ്പ്, വെല്ലം, ഈ ഒരു കോമ്പിനേഷനിൽ അത് കൂടി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണിത്. സോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, നമുക്ക് സ്റ്റഫിങ്ങിന് ആവശ്യമുള്ള സാധനം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ദോശകൾ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനിയാണ് മെയിൻ പിക്ചർ ഉള്ളത്. ആദ്യം നമുക്ക് ഒരു കവറിൽ ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മാവ് ഇതുപോലെ എടുത്തിട്ട്
പരത്തി കൊടുക്കാം കേട്ടോ. കൈയും കൊണ്ട് ഇതുപോലെ പരത്തി കൊടുത്താൽ മതി മെല്ലെ. ഇനി ഇതിലേക്ക് നമുക്ക് സ്റ്റഫിങ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരുപാട് കൂടുതൽ ഇടാൻ പാടില്ല, നമുക്ക് പൊട്ടിപ്പോവും, അത് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുപോലെ എല്ലാ സൈഡും നമുക്ക് മടക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കയ്യിൽ എണ്ണയാക്കിയിട്ട് നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം. ഇതുപോലെ ആക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് പരത്താൻ കിട്ടും. ഇനി ഇത് നമുക്ക് ദോശക്കല്ലിൽ ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ചുട്ടെടുക്കാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, നമ്മുടെ ഒബ്ബട്ട് റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. നമ്മളിതുപോലെ കയ്യിൽ പരത്തി എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് മൈദ നിങ്ങൾക്ക് ലൂസായിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ടൈറ്റായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പരത്തുന്ന സമയത്ത് കയ്യും വേദനിക്കും, പ്ലസ് സാധനവും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ചുട്ടെടുത്താൽ മതി. ഓക്കെ, നമുക്ക് ആദ്യം ഇതുപോലെ എണ്ണ തേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മൈദ ആ കവറിൽ ഒട്ടി പിടിക്കില്ല കേട്ടോ. അത് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ പരത്തി കൊടുക്കുന്നത്. കയ്യിൽ നമുക്ക് ഓയിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മൈദ പരത്തി എടുക്കാൻ കിട്ടും. അത് വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കണത് കേട്ടോ. ലൈറ്റായിട്ട് നിങ്ങൾ പരത്തി കൊടുത്താൽ മതി. ഒരുപാട് ഫോഴ്സ് ചെയ്ത് നിങ്ങൾ പരത്തി കൊടുക്കുന്ന സമയത്ത് ഉള്ളിലുള്ള സ്റ്റഫിങ് ഒക്കെ പുറത്ത് വരും കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ഒബ്ബട്ട് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇതാണ് കേട്ടോ എൻ്റെ നാട്ടിലത്തെ സ്പെഷ്യൽ റെസിപ്പി ഒബ്ബട്ട്. പ്ലസ് തമിഴ്നാട്ടിൽ വിളിക്കുന്നത് പോലിനാണ്. സോ പോലി, ഒബ്ബട്ട് ഇതൊക്കെയാണ്. സോ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ. ഒരു കാര്യം മറന്നു കേട്ടോ, നിങ്ങൾക്ക് ഉള്ളിലുള്ള ആ സ്റ്റഫിങ് കാണിച്ചു കൊടുക്കാൻ മറന്നു. ഉള്ളിലുള്ള ലെയർ കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് ലെയറായിട്ട് കിട്ടും. പിന്നെ ആ പരിപ്പ്, കൊപ്പറ, ഏലക്ക, വെല്ലം ഇതൊക്കെ കൂട്ടി നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. എന്തായാലും ആരും മിസ് ചെയ്യരുത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ടാറ്റാ.